ഇന്ന് കാശ് തരാതെ സുഗതം പോവില്ല. ഇത്ര നാളത്തെ പരിചയം വെച്ച് சொல்ற നാളെ ഞാൻ വരും. നാളെ சரி. ഇന്ന് തിങ്കളക്കിഴമ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 3 നാൾ കഴിച്ച് വ്യാഴാഴ്ച ഞാൻ ഇവിടെ വരും. അന്ന് എനിക്ക് കാശ് കിട്ടണം. അന്ന് കാശ് തരല இந்த സുഗതൻ ആരാണെന്ന് നീ അറിയും. വന്ന് വണ്ടി ഇറ. കാശ് വാങ്ങുമ്പോൾ ഒരു വാക്ക്. മനുഷ്യനെ മനുഷ്യനെ ഏമാത്തக்கூடாது. വ്യാഴക്കിഴമ ഞാൻ வந்துருவேன். വണ്ടി വിട്ടു. നാട്ടുകാർ മൊത്തം കേട്ടാ വ്യാഴാഴ്ച എവിടെ നിന്നെടുത്ത് കൊടുക്കൂടി അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ ചെയ്യാ അതിന്? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. നീ അളിയനെ വിളിച്ചിട്ട് പറ, എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നീ ചോദിക്കും. ചോദിക്കളിയോട് ഫോണില് അപ്പൊ ഇവിടെ കാണുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഫോണിൽ പറഞ്ഞില്ല, നേരിട്ട് പറയാന്ന്. മന്മേട്ടാ എന്തുണ്ട്? ഞാൻ വിളിച്ച കാര്യമില്ലേ, അത് ഫോണിൽ പറയണ്ട, നേരിട്ട് വന്ന് പറയാന്ന് വെച്ചു. പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. അല്ല എനിക്ക് ഇപ്പൊ നിങ്ങൾ വെള്ളം തരാൻ തയ്യാറായോ? ഇല്ലേ? മനുഷ്യന്മാർക്ക് ഇതുപോലെ എവിടെ വേണമെങ്കിലും പോയിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ തരും. പക്ഷേ ഇവിടെ പറന്ന് കിടക്കുന്ന പറവകൾ ആരടുത്ത് പോയി വെള്ളം ചോദിക്കും? അവറ്റകൾ എന്ത് ചെയ്യും ദാഹിക്കുമ്പോൾ? ഈ വേനലിൽ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു പദ്ധതി, പറവകൾക്കൊരു തണ്ണീർക്കുടം നടക്കട്ടെ. നമ്മളെല്ലാ സപ്പോർട്ടും. അത് ഞങ്ങൾ ഒരു ചെറിയ നമ്മൾ ചെലവില്ലേ വിഹാരി അതിന്. മന്മേട്ട പൈസ ആയിട്ട് കയ്യിൽ ഒന്നും ഇരിപ്പില്ല. കയ്യിൽ കാശ് വേണ്ട, ഞങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. QR കോഡ് ഇതിലോട്ടങ്ങ് ചെയ്താൽ മതി. അക്കൗണ്ടിൽ ആകെ 200 രൂപ എന്താ ചെയ്യണം? ഒരു 100 രൂപ വേണം കൊടുക്കും. ഇല്ല, ഇപ്പൊ ചെറുതൊന്നും വലുതൊന്നും അല്ല, നമുക്കിതൊരു തുടക്കം. അക്കൗണ്ടിൽ ആകെ 200 രൂപ ഉള്ളു, ഞാനൊരു 100 രൂപ തരാം. 100? അല്ല അല്ല പേര് അത് ഒരു അല്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ 100 രൂപ വാങ്ങിക്കണം. ചെയ്യണം. ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ ഇപ്പൊ 100 ചെയ്തോ വിചാരിക്കും. എന്നിട്ടേ വന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ കവലകളിലും മൺകുടത്തിലാണ് ഈ സംഭവം കൊടുക്കുന്നത്, ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 50 മൺകുടം അത് ഉറപ്പായിട്ട് എൻ്റെ പൈസ ഒന്ന് ഞാൻ മേടിച്ചു തരാം. നമ്മുടെ പഞ്ചായത്ത് എത്ര കിളികൾക്ക് വേണ്ടിട്ടല്ലേ? അല്ല, നിങ്ങൾ ഈ വെയിലത്ത് ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് നടക്കണ്ടല്ലോ. വെള്ളം എല്ലാം വേണം. പറവകൾക്ക് വെള്ളം കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കുള്ളൂ. ശരി. അല്ലിപ്പോ വ്യാഴാഴ്ച അണ്ണാച്ചിക്കാര് വെള്ളമല്ല പൈസ എങ്ങനെ കൊടുക്കും? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ വിളിക്കുന്നു? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം.